ഹലോ, നമസ്കാരം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു മിനിറ്റിലോ അല്ലെങ്കിൽ 30 സെക്കൻഡിലോ ഒന്നും പറഞ്ഞു തീർക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോഴാണ് നമ്മളെപ്പോഴും ഒരു ലോങ് ഫോം വീഡിയോനെക്കുറിച്ച് ആലോചിക്കാനായിട്ട് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊരു ലോങ് ഫോം വീഡിയോ ചെയ്യണമെന്നായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നു എന്നെക്കുറിച്ച് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നി. ഞാൻ എന്ന് പറയുന്നത് ഒരു വളരെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലുള്ള ഒരാളാണ്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും പിന്നെ എനിക്കൊരു അനിയത്തിയാണുള്ളത്. ഇപ്പോൾ അവൾ കാനഡയിലാണ്, സെറ്റിൽഡാണ് അവിടെ. ഞാനും ദർശനും ഇവിടെ നാട്ടിലാണ്. ദർശ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പഠിച്ചിരിക്കുന്നത് MBA ആണ്. അതിന് മുന്നേ ഞാൻ പഠിച്ചത് ബയോകെമിസ്ട്രി ആയിരുന്നു. ഞാനൊരു വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. അതിനുള്ളൊരു പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഡിഗ്രിക്ക് സെയിം ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച കുട്ടിയുടെ അടുത്ത് ഞാൻ ഒരു വർഷത്തിന് ശേഷമാണ് സംസാരിക്കുന്നത് പോലും. വൈഷ്ണവി എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. അപ്പോൾ അത്രയ്ക്കും ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു ക്യാമറയുടെ മുന്നിൽ നിന്ന് ഇത്രയെങ്കിലും കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എൻ്റെ അധ്യാപകരും അതോടൊപ്പം തന്നെ MBA എന്ന് പറഞ്ഞ കോഴ്സാണ്. MBA എന്ന് പറഞ്ഞ കോഴ്സ് തന്നെ ഒരുപാട് മാറ്റിമറിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ സ്വയമായിട്ട് എടുത്തൊരു ഡിസിഷനായിരുന്നു എനിക്ക് MBAക്ക് ജോയിൻ ചെയ്യണം എന്നുള്ളത്. ഡിഗ്രിക്ക് ജോയിൻ ചെയ്തപ്പോൾ ബയോകെമിസ്ട്രി എന്ന് പറയുന്നത് എൻ്റെ ഒരു ചോയ്സ് ആയിരുന്നില്ല. അന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഏതൊരു സാധാരണ കുട്ടീനെ പോലെയും ഞാൻ ബ്ലാങ്കായി നിൽക്കുമായിരുന്നു. മാത്സ് എന്നെക്കൊണ്ട് സാധിക്കാത്തൊരു വിഷയമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് ട്രൈ ചെയ്യാനേ പോയില്ല. അപ്പോഴാണ് ആ സമയത്ത് ബൂമിങ്ങായി നിന്ന് ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞ കോഴ്സ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ബയോകെമിസ്ട്രി എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോ സെമസ്റ്ററിലും ഓരോ സബ്ജക്ട്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു സെമസ്റ്ററിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് വരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞാനങ്ങനെ മുന്നോട്ട് പോയി. ബയോകെമിസ്ട്രി വന്നു, ബയോടെക്നോളജി വന്നു, ബയോ ഇൻഫോർമാറ്റിക്സ് വന്നു, മൈക്രോബയോളജി വന്നു, ഇമ്മ്യൂണോളജി വന്നു. അങ്ങനെ ഇഷ്ടംപോലെ സബ്ജക്ട്സ് വന്നു. കാര്യം എനിക്ക് ആ സബ്ജക്ട്സിലൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ കൂടിയിട്ട് എനിക്ക് എൻ്റെ ഒരു ചോയ്സ് അതല്ല എന്നെൻ്റെ മൈൻഡിൽ ഇങ്ങനെ ആരോ പറയുന്ന പോലെയായിരുന്നു. പിന്നെ എൻ്റെ റൂംമേറ്റ്സ് ഉണ്ടായിരുന്നു, അവർ BBM പഠിക്കുന്ന കുട്ടികളായിരുന്നു. എനിക്കറിയില്ല, ഞാൻ എൻ്റെ ഫ്രീ അവേഴ്സിൽ ഞാൻ ഈ കുട്ടികളുടെ കൂടെ നിന്ന് BBM പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഫൈനൽ ഇയർ ആയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റുന്ന ഒരു വിഷയവും ഞാൻ പഠിക്കുന്ന ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞ സബ്ജക്ട്സിലില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്നാലും ഞാൻ പതുക്കെ തിരിച്ചറിയാൻ തുടങ്ങി. അതായത് എനിക്കിഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് MBA പോലെ അല്ലെങ്കിൽ BBM പോലെയുള്ള സബ്ജക്റ്റാണ്. നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യാമെന്നുള്ള ആലോചിച്ചപ്പോഴാണ് MBA ചെയ്യാം. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ക്യുസാറ്റിൽ കിട്ടണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അത് കിട്ടി. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്തതൊന്നും ഇല്ല എന്നുള്ള വലിയൊരു പ്രൂഫായിരുന്നു എൻ്റെ അത്. അതുവരെയുള്ള എൻ്റെ എല്ലാ തീരുമാനങ്ങളും അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ തീരുമാനങ്ങൾക്കനുസരിച്ചായിരുന്നെങ്കിൽ ഇതെൻ്റെ സോൾലി എൻ്റെ തീരുമാനം മാത്രമായിരുന്നു. ആൻഡ് ഐ മേഡ് ഇറ്റ് ഹാപ്പൻ. അപ്പോൾ അങ്ങനെ MBAക്ക് കിട്ടി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു MBA പഠിക്കാൻ. കാരണം വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. നമ്മുടെ റിയൽ ലൈഫിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ത്രൂ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. എൻ്റെ ലൈഫിലെ ഏറ്റവും ഗ്ലോറിയസ് ആയിട്ടുള്ളൊരു കാലഘട്ടമായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിരുന്നത്. MBA കഴിയുന്നതോടുകൂടി തന്നെ നമുക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടും. നാഷണലൈസ് ബാങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജറായിട്ടായിരുന്നു എൻ്റെ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ കല്യാണം ശരിയാവുന്നു നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ. അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നടന്നൊരു സമയമായിരുന്നു അതെന്ന് പറയാം. പക്ഷേ നമ്മുടെ ലൈഫ് നമുക്ക് വേണ്ടി എന്താണ് മാറ്റിവെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു ധാരണയില്ലാത്ത ഒരു അവസ്ഥയിൽ അങ്ങനെ എന്താ പറയുക, എന്നും ഞാൻ ചെറിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറച്ച് നിമിഷങ്ങളിലാണ് അത്. ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ when I go through that അല്ലെങ്കിൽ when I live through that again I feel so happy. നമുക്കിതുപോലെ സ്ട്രെസ്സും ടെൻഷനും ഒന്നുമില്ലാത്ത പഠിത്തത്തിൻ്റെ കാലത്തിലോട്ട് തിരിച്ചു പോയിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ബട്ട് ദാറ്റ്സ് ഓക്കെ. പാസ്റ്റിൽ ജീവിച്ചിട്ട് കാര്യമില്ല എന്നറിയാം. എനിവേ വി ഹാവ് ടു ലിവ് ഇൻ ദ പ്രസൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ സ്ട്രെങ്ത്തും നമ്മുടെ എല്ലാ ശക്തികളും എടുത്ത് നമുക്കുള്ള റിസോഴ്സസും നമ്മുടെ ചാലഞ്ചസും നമ്മളുടെ പോസിറ്റീവ്സും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് ജീവിക്കുക മാത്രമാണ് നമ്മുടെ എല്ലാവരും മുന്നിലുള്ളൊരു കാര്യം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ ലിസണിങ്. നമുക്ക് വീണ്ടും സംസാരിക്കാം.